ഇത് അമ്മ അറിയാതെ ഞാൻ എനിക്ക് വേണ്ടി മേടിച്ച ഒരു ഓടക്കോടിയാ. എനിക്ക് കാണുക വേണ്ട, എനിക്ക് കാണുക വേണ്ട, ഞാൻ തുറക്കുകയേ ഇല്ല, ഞാൻ കാണിക്കണില്ല. ഇത് വില എത്രയുണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കി. എന്നാലും ഇങ്ങനെ ഭ്രാന്തുണ്ടോ? ഈ വർഷത്തെ ഏറ്റവും വലിയ ട്രെൻഡ് ഏതാണെന്നറിയോ? അമ്മ അറിയാതെ കുറച്ച് ആഭരണങ്ങൾ ഞാൻ മേടിച്ചു. ഓ, ഇത് നല്ല രസമുണ്ടല്ലോ. ഓ, ഇതെന്റെ പൊന്നെ, ഇതെന്നെ ഇത് അമ്മ അറിയാതെ ഞാൻ എനിക്ക് വേണ്ടി മേടിച്ച ഒരു ഓടക്കോടിയാ. എങ്ങനെയുണ്ട് എന്ത് നോക്കിക്കേ. നോക്കട്ടെ. മിലനീന്നാട്ടോ, കവർ ഞാൻ ചെറുതിട്ടുന്നുള്ളൂ. മറ്റേ കശോയി ഡ്രസ് ആണെങ്കിൽ കാണുക വേണ്ട, എനിക്ക് കാണുക വേണ്ട. പക്ഷെ ബഡ്ജറ്റ് ആയിട്ട് മേടിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ, മെറ്റീരിയലാ. എന്ത് ബഡ്ജറ്റ് ആണെങ്കിൽ കശോയി ഡ്രസ് ആണെങ്കിൽ ഞാൻ തുറക്കുകയേ ഇല്ല. ഞാൻ ആ ചേട്ടനെ വിളിച്ച് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഓണത്തിന് മുമ്പ് തയ്ച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ മേടിച്ചതാ. അപ്പൊ ഓണത്തിന് മുമ്പാണെങ്കിൽ കേരള തന്നെ. നോക്കേതായാലും വെട്ടി കൊടുത്തിട്ട് അത് കിട്ടിയിട്ടില്ല. കിട്ടുമ്പോ നിങ്ങളെ കാണിക്കാട്ടോ. അത് ബർത്ത്ഡേ പ്രമാണിച്ചു, ഓരോന്ന് പ്രമാണിച്ചു. ഓ, ഞാൻ കാണിക്കണില്ല. ഇത് തുറക്ക്, പുറത്തേക്ക് എടുത്തോ. എത്ര വില പറയൂന്നൊന്ന് പറഞ്ഞു നോക്ക്. മിലനാണോ? മിലനാകുമ്പോ നല്ല വില വരും. പറഞ്ഞു നോക്ക് എന്ത് വില വരുമെന്ന്. നിങ്ങളും ഒന്ന് പറഞ്ഞു നോക്കട്ടോ. ഇത് ടിഷ്യൂ ആണോ? എന്ത് മെറ്റീരിയലാന്ന് എനിക്ക് അറിയില്ല. കണ്ടോ, ഇതാണ്. ഞാൻ ഡേ ലൈറ്റിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതിന്റെ ലൈനിങ് ആണോ? പുറകിലിരിക്കണത് അതൊരു സ്പെഷ്യൽ ലൈനിങ് തുണിയാണ്. ലൈനിങ്ങിനാണ് തുണിനേക്കാൾ വിലയുള്ളത്. ആണോ? നല്ല ലൈനിങ് എടുക്കണം ഇതിനെന്ന് പറഞ്ഞു. കാരണം ഇതിന്റെ തുണിക്ക് കട്ടി കുറവാണ്. അപ്പൊ പിന്നെ അല്ലെങ്കിൽ ഈ നിഴല് പ്രശ്നമാണ്. എനിക്ക് മനസ്സിലായി. 2x1 അല്ല, ഷൈനിങ് ഉള്ള വേറെ എന്തോ ഒരു ലൈനിങ് മെറ്റീരിയൽ. അത് ഈ സ്മിത ഇങ്ങനത്തെ ലൈനിങ് മെറ്റീരിയൽ എടുക്കുമായിരുന്നു പണ്ട്. ഈ മോഡൽ പല രീതിയിലുള്ള ലൈനിങ്. അതെ. അപ്പൊ വില എത്രയുണ്ടെന്നൊന്ന് പറഞ്ഞു നോക്കി. ഞാൻ പറയും വളരെ കുറവാണല്ലോ. 810 ടോട്ടൽ. ലൈനിങ്ങിനും ഇതിനും കൂടെ കൂടി. കസവിന്റെ മെറ്റീരിയലിന് പെർ മീറ്റർ 125 ഉള്ളൂ. ആണോ? അത് ഭയങ്കര ബഡ്ജറ്റ് അല്ലേ? അതെ അതെ. പിന്നെ ലൈനിങ്ങിന് പെർ മീറ്റർ 145. ലൈനിങ് ഈ കശവ് മോഡല് ഡ്രസ്സ് വെക്കാൻ മാത്രമായിട്ട്. ഇനിയിപ്പൊ അപ്പയോട് പറഞ്ഞൊരു ഷെൽഫ് മണിക്കാം ഇവിടെ. എനിക്ക് ഈ കശവ് ടൈപ്പ് ഡ്രസ്സുകളോടൊരു പ്രത്യേക അഭിനിവേശം. ഇങ്ങനെ ഭ്രാന്തുണ്ടോ? എന്റെ ദൈവം. പക്ഷെ റേറ്റ് അധികം ഇല്ല കേട്ടോ, ഞാൻ സമ്മതിച്ചു. പക്ഷെ എനിക്ക് കശവ് ഡ്രസ്സിനോട് താല്പര്യം ഇല്ല. ഇത് നല്ലതാണ്. കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറെ എന്തിട്ടാലും കിട്ടും. ഇതിന്റെ അടിയിലേതാ? അടിയിൽ ഏത് കളർ ലെഗിങ്സ് ഇവിടെ ഇരിപ്പില്ലേ? ഇഷ്ടം പോലെ. അത് ഏതെങ്കിലും ഇട്ടാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേരള ഡ്രസ്സ് മേടിച്ചതാ. അതിന് വേണ്ടിയിട്ട് മേടിച്ചതാ. ഇനി ഒരു സിൽവറും കൂടെ മേടിക്കും. ഞാൻ ഇവിടുന്ന് തൽക്കാലം എഴുന്നേക്കും. അതാ നല്ലത്. സാധനമൊക്കെ നല്ലതാ. അതും മറ്റേ നല്ല കണ്ടപ്പോ എനിക്കത് ആ റേറ്റിന് വളരെ ഇഷ്ടപ്പെട്ടു. ലൈനിങ് നല്ല അല്ലേ? നല്ല ലൈനിങ് തുണിയാ. 145 എഴുതി. അതാ മറ്റേതിനേക്കാളും വിലയാ ലൈനിങ്ങിന്. പെർ മീറ്റർ. മറ്റേ തുണിക്ക് 125 ഉള്ളൂ. 145. തപ്പി തപ്പി കിട്ടിയതാട്ടോ. അവിടെ ഒരുപാട് മോഡൽ ഇരിപ്പുണ്ട്. അതിന്ന് ഞാൻ തപ്പി എടുത്തതാ. ഇച്ചിരി പാടാ തപ്പി എടുക്കാൻ, നല്ല തിരക്കാ അവിടെ. അപ്പൊ അതാണ് സംഭവം. ഇനി ഇതൊക്കെ തയ്ച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ തയ്ക്കാൻ കൊടുത്തു കേട്ടോ. കാരണം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഓണത്തിന് മുമ്പ് തയ്ച്ച് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും. തയ്ച്ച് കിട്ടിയതിന് ശേഷം വേണമല്ലോ നമ്മൾ ഏതൊക്കെ ഓർണമെൻറ്റ്സ് അതിൻ്റെ കൂടെ പെയർ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ. അപ്പോൾ അതിനൊക്കെ ആവശ്യത്തിന് സമയം വേണമെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് കൊടുക്കുക വേണം. ഒരുപാട് നേരത്തെ കൊടുക്കാനും പറ്റില്ല. ഓണത്തിൻ്റെ കളക്ഷൻസ് വന്ന് തുടങ്ങുമ്പോൾ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡേ ലൈറ്റിലുള്ള വ്യൂ. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ എല്ലാ വർഷവും ഈ ഇങ്ങനത്തെ ഒരു കസവ് മോഡൽ ഡ്രസ്സ് മേടിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ തയ്ക്കാനായിട്ട്. എനിക്കത് വലിയ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും അതിനൊരു പ്രത്യേക എലഗൻസ് ഉണ്ടാവും അല്ലേ? ഈ കസവ് മോഡലിനൊരു ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ക്ലാസി ലുക്കാണ്. എപ്പോഴും ആ ഒരു ട്രഡീഷണൽ ലുക്സിന് എപ്പോഴും ഒരു ക്ലാസിക് ഫീൽ ഉണ്ടാവുമല്ലോ. ആ ഒരു ഫീൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതിപ്പോൾ റേറ്റ് കുറഞ്ഞ് കിട്ടിയത് കാരണം ഞാൻ ഹാപ്പിയായി. അധികം പൈസ മുടക്കേണ്ടി വന്നില്ല. നല്ല ഒരു ഗ്ലോസി ഫിനിഷും ഉണ്ട്. നല്ലതായിട്ട് എടുത്ത് നിൽക്കുകയും ചെയ്യും. അത്യാവശ്യം നല്ല റേറ്റും പറയും കേട്ടോ അതിന്.
അങ്ങനെ തീരെ കുറവൊന്നുമല്ല, സാധാരണ തീരെ കുറഞ്ഞ റേറ്റിൽ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വിചാരിച്ച ഒരു ക്ലാസി ലുക്ക് കിട്ടാറില്ല. പക്ഷേ ഇതങ്ങനെയല്ല, റേറ്റ് കുറവാണെങ്കിലും ഒരു നല്ലൊരു ക്ലാസിക് എലഗൻ ഫീൽ ഉണ്ട് കേട്ടോ ഇതിന്. അതുകൊണ്ടാണ് ഞാൻ ഈ മെറ്റീരിയൽ എടുക്കാൻ കാര്യവും. എന്തായാലും ഇത് തയ്ച്ചു വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലൈൻസ് ഉള്ളത് ഓൾറെഡി എനിക്ക് ഉള്ളത് കാരണം അതിനിപ്പോൾ എടുക്കണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ എടുത്തു വന്നപ്പോൾ ഇതിന് നല്ലൊരു ലുക്ക് തോന്നി ഞാൻ എടുത്തതാണ്. ശരിക്കും കസവല്ലാന്ന് തോന്നുന്നു, ഒരു നൂലുകൾ പോലെ ആ നിറത്തിലുള്ള ആ ഒരു നൂലോ അങ്ങനെ എന്തോ ഒരു ടോയിൻ പോലെയൊക്കെയാണ് എനിക്കത് തോന്നിയത്. എന്തോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തുതന്നെയായാലും ഈ ഒരു ഓണത്തിന് നല്ലൊരു എലഗൻ ലുക്കായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സായി ഇത് മാറും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ ഗിൽറ്റ് നെക്കിൽ വെക്കാൻ കൊടുക്കാറുണ്ട്. ഇതങ്ങനെയൊന്നും കൊടുത്തില്ല. ഇതിൻ്റെ അതേ ലുക്ക് അതേ ഭംഗിയോടുകൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് വേറെ അഡീഷണൽ കല്ലുകളോ മുത്തുകളോ ഒന്നും ഫിക്സ് ചെയ്യാൻ കൊടുത്തിട്ടില്ല കേട്ടോ. ഇതാണ് ലൈനിങ്. ചെറിയൊരു ഷൈനിങ് ഫിനിഷ് ഉണ്ടോ, അതും കൂടെ വരുമ്പോഴേക്കും ലൈനിങ് കുറച്ച് നല്ല മെറ്റീരിയലും കൂടി ആകുമ്പോഴേക്കും ആ ഒരു ഡ്രസ്സ് തയ്ച്ച് ചെയ്യുമ്പോൾ ഓൾ ടുഗദർ നല്ല ഭംഗിയായിരിക്കും. എന്തായാലും തയ്ച്ച് കിട്ടിക്കഴിയുമ്പോൾ എല്ലാ ഡ്രസ്സും നിങ്ങളെ കാണിച്ചിരിക്കും കേട്ടോ. ഞാനിനിയില്ലേ ഒരു സിൽവർ കസവും കൂടി മേടിക്കണുണ്ട്. എന്തിനാണാവോ ഒരു സിൽവർ കസവ് ഷെൽഫിൽ ഇരിപ്പുണ്ട്, നല്ല ഭംഗിയായിട്ട് തയ്ച്ചത്. അത് ഇറുക്കായോ? അതെന്താന്നറിയോ, ഇറുക്കത്തിന്റെ അല്ല, അതിന്റെ ബോഡി ഒരു ഗ്രേ ടിൻറ്റ് വരുന്ന ബോഡിയാ. അതെ. ഇനി എനിക്ക് വേണ്ടത് വൈറ്റ് ബോഡിയും അറ്റത്ത് സിൽവർ കസവും വരുന്ന ടൈപ്പാ ഇനി വേണ്ടത്. അപ്പൊ അത് ഞാൻ ഒരെണ്ണം മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മേടിച്ചു കഴിയുമ്പോ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് അങ്ങനെയുള്ള ഐറ്റത്തിനോട് ഞാൻ പറയാറുണ്ട് താല്പര്യം കുറവാണ്. പക്ഷെ എനിക്ക് അങ്ങനത്തെ എത്ര മോഡൽ കിട്ടിയാലും എന്റെ തൃപ്തി കുറയൂല. എനിക്ക് തൃപ്തി കൂടുതലാ. ഗോൾഡൻ കസവ്, അതിന്റെ പല മോഡൽ. ഈ വർഷത്തെ ഏറ്റവും വലിയ ട്രെൻഡ് ഏതാണെന്നറിയോ? ലോട്ടസ് പ്രിന്റ്. അത് ഇന്നലെ നീ പറഞ്ഞായിരുന്നു. സാരിക്കും ഒക്കെ അത് ഭയങ്കര, സാരിക്കും ട്രെൻഡ്, മാലയ്ക്ക് ട്രെൻഡ്. ലോട്ടസിന്റെ നീലമാലയില്ലേ, അത് കിട്ടാൻ പോലും ഇല്ല. ആണല്ലേ, അത്രയും ട്രെൻഡാ. എല്ലാവർക്കും ഇപ്പോ ട്രെൻഡായിട്ട് വന്നേക്കണ ഈ വർഷത്തെ കളറും നീലയാണ്. കൂടുതലും നീല ഐറ്റംസ് ആണ് ചെലവായി പോണേന്നാണ് കടയിലൊക്കെ കേറുമ്പോ പറയണേ. കഴിഞ്ഞ വർഷം ഗ്രീൻ ആയിരുന്നു, ഈ വർഷം നീലയാണെന്നാ പറയണേ. അപ്പൊ സിൽവർ കസവും കൂടെ മേടിച്ചു കഴിഞ്ഞാലാണ് എന്റെ ഈ അമ്മ അറിയാതെ മേടിച്ച ഓണക്കോടികൾ കംപ്ലീറ്റ് ആവുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ബർത്ത്ഡേ മനുണ്ട്. അപ്പൊ ഞാനങ്ങനെ സിൽവർ കസവുള്ള ടൈപ്പ് മേടിക്കാനായിട്ട് ഷോപ്പിൽ പോയി. എനിക്ക് പറ്റിയ മോഡലും കണ്ടിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചതിലും കൂടുതൽ അതിന് കുറച്ച് പ്രൈസി ആയിരുന്നു കേട്ടോ. ഒരു 1500 ആ റേഞ്ചിലേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ ഓണം പർച്ചേസ് എൻ്റെ ഓൾമോസ്റ്റ് ഒക്കെ ആയത് കാരണം ഇനിയും അത്രയും പൈസ അതിന് മുടക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി റേറ്റ് കുറവുള്ളത് നോക്കി. അങ്ങനെ നോക്കി പല പല മോഡലുകളും വന്നിട്ടും എനിക്ക് അങ്ങ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു മോഡൽ ഞാൻ ബില്ലൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് ദേ ഇരിക്കുന്നു നല്ല കിട്ടില്ലെന്ന ഒരു സാധനം. ഇത് കാണുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ എടുക്കാതിരിക്കും? ഇത് ഞാൻ വെച്ച പോലെ നോക്കിയില്ല, ഇത് കണ്ടു അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് മറ്റേത് വേണ്ട, ബില്ലടിച്ചല്ലോ, അത് മറ്റേത് വേണ്ട, എനിക്കത് മാറ്റി ഇത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അത്ര എലഗൻ പീസാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെട്ടി സൽവാർ തയ്ക്കാൻ തോന്നുന്നില്ല. സാരി ലവേഴ്സിന് ഇത് ഒരിക്കലും തോന്നില്ല. പക്ഷേ ഞാനങ്ങനെ സാരി ഉപയോഗിക്കാത്ത ഒരാളായത് കാരണം ഇത് വെട്ടി ഫുൾ ഫ്ലെയർ ഇട്ട് ഒരു അനാർക്കലി മോഡൽ സൽവാർ തയ്ക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാനിത് വാങ്ങിയത്. ഇതാകുമ്പോൾ അധികം റേറ്റും കൊടുക്കേണ്ടി വന്നില്ല. എനിക്ക് തോന്നുന്നു 735 അങ്ങനെ എന്തോ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 10% എന്തോ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബഡ്ജറ്റിൽ അത് ഒതുങ്ങി. അപ്പോൾ അത് കാരണം നല്ല ഭംഗിയുള്ള ഒരു മോഡലും കിട്ടി. ഞാൻ വിചാരിച്ചു എനിക്ക് ഓൾറെഡി ഒരു സിൽവർ കസവ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഇത്തവണ കുറച്ച് സിമ്പിളായിട്ട് കര മാത്രമുള്ള ഒരു സൽവാറും കൂടി തയ്പ്പിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഓണം വരുമ്പോഴേക്കും ചിങ്ങമാസമല്ലേ, ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫങ്ഷൻ വരുമ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഓരോന്ന് നല്ല ജ്വല്ലറി ഒക്കെ ഇട്ട് പെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡ് ആയിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാന് ഓണം പ്രമാണിച്ച് എപ്പോഴും കുറച്ച് ട്രഡീഷണൽ ആഭരണങ്ങളൊക്കെ മേടിക്കൂലോ. അപ്പൊ ഇത്തവണയും അമ്മ അറിയാതെ കുറച്ച് ആഭരണങ്ങൾ ഞാൻ മേടിച്ചു. അതാണോ ഇതാ? അതാണ് ഇവിടെ വെച്ചിരിക്കണത്. ഓരോ ആഭരണങ്ങൾ എന്ന് പറയുമ്പോ ആരും ഞെട്ടണ്ട കേട്ടോ, ഗോൾഡ് അല്ല, ഗോൾഡ് ലുക്ക് ലൈക്ക്. അപ്പൊ നമുക്ക് ഓരോന്നൊന്ന് അഴിച്ചാലോ? ഓരോന്ന് അഴിച്ചു കാണാം. അമ്മയ്ക്ക് അതൊക്കെ ഒരു പുതുമയായിരിക്കും.
ആയിരിക്കും. കഴിഞ്ഞ തവണ നമ്മള് വീഡിയോ ചെയ്തതൊക്കെ ഓർക്കണില്ലേ? ഉർവശിയില് പോയിട്ടാ ചെയ്തത്. ഇത്തവണ ഞാൻ മിക്സഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, പല സ്ഥലത്തുനിന്ന് മേടിച്ചതുണ്ട്. അപ്പൊ നമുക്ക് കാണാം ഓരോന്ന്. എടുക്കാം. ഇത് നല്ലതാ, ഇത് നല്ലതാ, നല്ല കമ്മല. ക്ലോസപ്പ് ഞാൻ പിന്നെ എടുത്തോളാം. അതിന്റെ നല്ല രസമുണ്ട്, നല്ല കമ്മല വെച്ചാ പോരെ. നല്ല കമ്മല, നല്ല രസം ഉണ്ടാക്കാൻ ഇഷ്ടപ്പെട്ടു എനിക്ക്. വില ഇതിലുണ്ടല്ലോ, വില 120. അതിലുണ്ട്. ഇത് ഉർവശിയാണോ? ഇത് ബാക്ക് കാണിച്ചേ? അല്ല, ഗുഡ്വില്ല. ഗുഡ്വില്ല, അതെ, ഗുഡ്വില്ലിന്ന് എടുത്തതാണ്. അപ്പൊ നല്ല രസമുണ്ട്. എനിക്കത് ഈ സിൽവർ അല്ലെങ്കിൽ പേൾ ബീഡ്സ് വരുന്നായിരുന്നേ, കല്ലുണ്ടോ. അപ്പൊ അതൊക്കെ ഈ സിൽവർ ലൈനിങ് ഉള്ള ഡ്രസ്സൊക്കെ വരുമ്പോ ഇടാനായിട്ട് നല്ലതാണ് ഈ കമ്മല്. നല്ലതാ, എനിക്കും ഇഷ്ടപ്പെട്ടു. ഭാഗ്യം. അടുത്തത് ഇത് അതിന്റെ ഏതാണ്ടൊരു മോഡലാണോ? അതിന് വലിയ റേറ്റ് ഒന്നും ഇല്ലായിരുന്നു, ഗുഡ്വില്ലിന്ന് എടുത്തതാ. അത് ഈ കുന്തൻ ടൈപ്പാണ്, കുന്തൻ ടൈപ്പ്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ക്രീം ടിന്റാണ് അതിന് വരുന്നത്. അങ്ങനെയാ. അതിന്റെ റേറ്റ് പുറകിലുണ്ടാവും, നോക്കി നോക്കാം. 76 രൂപ. ഇതാട്ടോ ഭംഗി കൂടുതൽ, ഇതാ ഭംഗി കൂടുതൽ. ഇതൊക്കെ ഓരോ ഡ്രസ്സിനനുസരിച്ച് മാറി മാറി വെച്ച് നോക്കുമ്പോഴേ ഞാൻ പറഞ്ഞതാ. പിന്നെ അടുത്തതെടുത്തോ. ഇത് അതിനകത്തേക്ക് വെക്കട്ടെ. ഇത് ഇടാനുള്ള ബോക്സ് നിറഞ്ഞോ? ബോക്സ് ഒരെണ്ണം വേണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. കാരണം ബോക്സിന്റെ ട്രഡീഷണലിന്റെ ബോക്സ് ഓൾമോസ്റ്റ് ഒക്കെ നിറഞ്ഞു തുടങ്ങി. അതാ ചോദിച്ചേ. ട്രഡീഷണൽ ഇനി ഞാൻ മേടിക്കുന്നുണ്ട്. ഇത് നല്ല രസമുണ്ടല്ലോ. അത് ഓൾറെഡി ചിലപ്പോ കണ്ടു. ഈ ഇടയ്ക്കാണ് മേടിച്ചത്. ഇൻവിസിബിൾ ത്രെഡ് എന്നാണ് അതിന് പറയുന്നത്. ഇത് നമ്മൾ ഇട്ടതാ. ഇൻവിസിബിളില് ഈ പെൻഡന്റ് വരുന്ന കമ്മലും അതിന്റെ അതേ മോഡൽ തന്നെ ഈ ഇടയ്ക്ക് ഇട്ടതാണ്. ബ്ലൂവിന്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇട്ടത്. ഇത് ഉർവശിന്ന് എടുത്തതാട്ടോ. അതിന്റെ പുറകില് റേറ്റ് ഉണ്ടാവും, നോക്കട്ടെ. 239 ആണ്. നല്ല ഭംഗിയായത്. ഇൻവിസിബിൾ ത്രെഡ് കണ്ടോ, അത് ഇപ്പൊ ഭയങ്കര ട്രെൻഡാണ്. എന്നിട്ട് ലോക്കറ്റ് കുറച്ച് ഹെവി ആയിട്ട് ഒരു ട്രഡീഷണൽ ലുക്ക് ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. നല്ല എടുത്ത് നിൽക്കും, നല്ല ഭംഗിയാണ്. ഇത് ഇട്ട് കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. ഒരു ഫംഗ്ഷൻ ഇട്ടായിരുന്നു, എടുക്കുമ്പോ പോവോ ഇതൊക്കെ വളയാ പോയി. ഇതെന്റെ പൊന്നെ, ഇതെന്നത് ഇത്. അതിന്റെ പ്രത്യേകത എന്താന്ന് കണ്ടോ, ഒരു സൈഡിൽ സിൽവർ, മറ്റേ സൈഡിൽ ഗോൾഡ് കളർ. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ സിൽവർ ഡ്രസ് ഇടുമ്പോ ഇടാം, ഗോൾഡ് ഡ്രസ് ഇടുമ്പോഴും ഇടാം, രണ്ടും ഉള്ള ഡ്രസ് ഇടുമ്പോഴും ഇടാം. ചില സാരിയിൽ സിൽവറും ഗോൾഡും വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതിനും ഒക്കെ ഇടാം. ഹാൻഡ് കഫ് പോലത്തെ ഒരു സാധനം കേട്ടോ, അത് സിമ്പിൾ ആയിട്ട് പെയർ ചെയ്യാൻ വേണ്ടിട്ട്. 290. ഇത് ഉർവശിയ. നല്ല ഭംഗിയുണ്ട്, നല്ലതാ. അടുത്തത് ഉർവശിന്ന് എടുത്തതാ. അവിടെ ഇപ്പൊ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ, വന്നിട്ടുണ്ട്. കുറെ കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. വളകളൊക്കെ ഒത്തിരി ഉണ്ട്, ഹാൻഡ് കഫ്സ് ഒക്കെ കുറെ വന്നിട്ടുണ്ട്. പിന്നെ ഓണമൊക്കെ പ്രമാണിച്ച് എല്ലാ ഷോപ്പുകളിലും അങ്ങനെ വരുമല്ലോ. നല്ല തിരക്കായി അല്ലേ? പൊട്ടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അതങ്ങ് പൊട്ടിച്ചോ, കുഴപ്പമില്ല. ഇതൊക്കെ പല ദിവസങ്ങളിലായിട്ട് ഞാൻ മേടിക്കണം കേട്ടോ. ഒരു തവണ നമ്മൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, മണിക്കൂറുകൾ പോണത് അറിയില്ല. നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടുന്നവരെ നമ്മൾ നോക്കും. ചിലപ്പോ പെട്ടെന്ന് നമുക്ക് കിട്ടും, സെലക്ട് ചെയ്യാം. ചിലപ്പോ വളരെ ടൈം എടുത്താൽ നമുക്ക് നല്ലതാ. അത് ഞാൻ ഗുഡ്വില്ലിന്ന് എടുത്തതാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റഡ് കണ്ടോ, പാലക്കയുടെ ഷേപ്പ്. എന്നിട്ട് ഒരു ജിമിക്കി വന്നിട്ടുള്ളത്. അപ്പൊ പാലക്ക മാല ഇടുമ്പോ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് 120 രൂപയാണ്. കുറച്ച് വലിയ ജിമിക്കി, പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ. വെയിറ്റ് കുറവായിരിക്കുമല്ലോ അല്ലേ? വെയിറ്റ് ഒക്കെ കുറവാ, തീരെ വെയിറ്റ് ഇല്ല. കാതിന് അതനുസരിച്ചിട്ടില്ല ഞാൻ മേടിക്കും. അപ്പൊ ഈ പാലക്ക മാലയുടെ കൂടെ ഞാനിത് എടുത്തു വെക്കും. അപ്പൊ പെട്ടെന്ന് കാരണം ഈ ജിമുക്ക എപ്പോഴും ഓണത്തിന് പ്രത്യേകമായിട്ട് നമ്മള് യൂസ് ചെയ്യുന്ന ഒരു സാധനം. കാരണം ഓണത്തിന്റെ ഒരു വൈബാണ് ഇത് ജിമുക്ക. അതുകൊണ്ട് പറഞ്ഞ് എടുത്തതാ. ഇത് ഒരു സിൽവർ കല്ലുകളൊക്കെ വന്നിട്ട് കണ്ടത്, കല്ലുകളാണ് ഇടയ്ക്ക് വരാം. മിറർ ഇടയ്ക്ക് വരുന്ന ടൈപ്പ്. ഇതെനിക്കൊരു മാലയുണ്ട് ഈ മോഡൽ, അതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ജിമുക്ക ടൈപ്പാണ്, കുറച്ചൊരു മോഡേൺ ജിമുക്ക. ആ മാലയ്ക്ക് കറക്റ്റാണിത്. ആ മാല ഞാൻ ഇവിടെ കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ അതൊരു ഡ്രസ്സിന്റെ കൂടെ ഓണം വൈബിന് ഇടാനാ.
ഓണത്തിന് ഒരുപാട് ഒക്കേഷൻസ് വന്നിട്ടുണ്ട്. ഉർവശിയാട്ടോ. റേറ്റ് ഞാൻ പറയാം, 100 സംതിങ് ആണ്. 139. അപ്പൊ അടുത്തത് കണ്ടോ, ഇവിടെ വെക്കട്ടെ. വെച്ചോ. അമ്മക്ക് ഇഷ്ടപ്പെട്ടോ അത്? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, മറ്റേ ജിമുക്കുകളാ ഇഷ്ടം. ഇത് നല്ലതാ, പക്ഷെ ഇത് ഉർവശിയാണല്ലോ. അതെ അത് സാധാരണ ഇടാൻ. അതിന്റെ അറ്റത്ത് വൈറ്റ് കല്ലുകളാണ്, പേള് പോലെ, പേള് പോലത്തെ മുത്തുകള്, കല്ലല്ല മുത്തുകളാണ്. മുകളില് ഗ്രീന് വന്നിട്ട് എല്ലാം ജിമുക്കയാണല്ലോ. ഓണത്തിന്റെ വൈബല്ലേ ജിമുക്ക, എങ്ങനെ ഇടാതിരിക്കും ജിമുക്ക. അതിന്റെ റേറ്റ് എത്ര? 178. നല്ല ഭംഗിയുണ്ട്, കൊള്ളാം. അടുത്തത് അമ്മ ഓരോന്നോരോ. ഇത് നല്ലതാ. ഇത് എന്തിനാ മേടിച്ചെന്നറിയോ? നമ്മുടെ അടുത്ത ആഴ്ച നമുക്കൊരു മാരേജ് വരുന്നില്ലേ, ആ മാരേജിന് ഞാൻ ഇടുന്ന സെക്കൻഡ് ലുക്ക് ഒരു ബേൺഡ് ഓറഞ്ച് ഡ്രസ് അല്ലേ, അതിന്റെ കൂടെ എനിക്ക് 6 പെയറുണ്ട്, 6 വളകളുണ്ട്. അപ്പൊ കൈ നിറച്ചിടണം, എന്നാലും അതിന് ഭംഗി. അപ്പൊ ഒരു 6 ഇതിങ്ങടെ മേടിച്ചതാ, ഒരു ഡസനും കൂടെ മേടിച്ചതാ. 2 ഡസൻ ഉണ്ടോ? അത് ഒരു ഡസൻ ഓൾറെഡി എനിക്ക് ഉണ്ട്. ഒരു ഡസനും കൂടെ ഉണ്ടെങ്കിൽ കൈ നിറഞ്ഞു കിടക്കും, അതിന് വേണ്ടിട്ട് മേടിച്ചതാ. ഒരു കയ്യിലിടാനാണോ? ഒരു കയ്യില്, 2 കയ്യിലിടൂല, ഒരു കയ്യില് നിറച്ചിടണം, മറ്റേല് വാച്ച് കിട്ടും. അതെ അതാണ് പരിപാടി. അപ്പൊ ഓറഞ്ച് വൈകിട്ട് ഇടാനല്ലേ? വൈകിട്ട് സെക്കൻഡ് ലുക്ക് ഓറഞ്ച് ഡ്രസ്സിന്റെ കൂടെ നമ്മള് കോൺട്രാസ്റ്റ് ജ്വല്ലറി വേണം ഇടാനായിട്ട്, അതാണ് ഗ്രീൻ. മാലയൊക്കെ എനിക്കുണ്ട്. അതിന്റെ റേറ്റ് ഞാൻ വിട്ടുപോയിട്ടോ, അധികം റേറ്റ് ഇല്ല അതിന്. അത് വിട്ടുപോയി തോന്നുന്നു, അതിനകത്ത് ഉണ്ടാവും ചിലപ്പോ 48 അങ്ങനെ എന്തോ ആണ്. ഇതില് വിട്ടുപോയതായിരിക്കും. ഇത് എവിടെന്നാ? ഗുഡ്വില്ലിന്ന് മേടിച്ചതാ. തുറന്നോ? എക്സിബിഷൻ ചെയ്യുന്നപ്പോ കുപ്പിവളകള്. അതെ ഇപ്പൊ കുപ്പിവളകള് ഭയങ്കര ട്രെൻഡാണ്. നല്ല അട്രാക്റ്റീവ് കുപ്പിവളകള് നല്ലതാ. ഈ കുപ്പിവളകൾ എന്തിനാ മേടിച്ചതെന്നറിയോ? ഇത് ശരിക്കും പൊട്ടണ കുപ്പിവളയാട്ടോ. ഇത് എന്തിനാ മേടിച്ചതെന്ന് വെച്ചാ ഫസ്റ്റ് ലുക്ക് ഇല്ലേ, ഫസ്റ്റ് ലുക്ക് എന്റെ ട്രഡീഷണൽ അല്ലേ, കസവ്, അതിന്റെ കൂടെ ഇടാനായിട്ട്. ഇത് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട്. അപ്പൊ അതിന്റെ കൂടെ മാല ഏതാന്നറിയോ? നാഗപടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നാഗപടം ലോക്കറ്റ്. എനിക്കുണ്ടല്ലോ നാഗപടം ലോക്കറ്റ്. 108 രൂപയാണ്. ഒരെണ്ണം, ഒരു സെറ്റ്. 2 സെറ്റിലും വിലയുണ്ട്. അതെ 108 വീതം. താഴെ വീണ പൊട്ടണ വളകളാണ്, പക്ഷെ ഇപ്പൊ ഈ കുപ്പി വളകള് ബാക്ക് ഇൻ ട്രെൻഡാണ്. അപ്പൊ ഫസ്റ്റ് ലുക്കിന്റെ കൂടെ ഇടാൻ വേണ്ടി എക്സിബിഷൻ ഒരുപാട് ഇങ്ങനെ എന്തുമാത്രം വളയല്ലേ. അപ്പൊ ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഗുഡ്വില്ലിന്നാണ്. നല്ലതാട്ടോ. എന്റെ പണ്ട് കുഞ്ചാച്ചൻ എനിക്ക് മേടിച്ചു തന്നേക്കണ ആ വള ഇപ്പൊ ഈ കയ്യിലിരിപ്പുണ്ടോ? അല്ല, എനിക്ക് ആവശ്യമില്ല ഇനി, എനിക്ക് കടക്കുകയില്ല ഇനി. ഞാൻ ചോദിച്ചതാ എല്ലാ കളറുകളും ആയിട്ടുള്ള വീതിയുള്ള ഓരോ വളകള്, വെള്ള, കറുപ്പ്, ചുമപ്പ്, നീല, ഓറഞ്ച്. ആ പെട്ടിക്കടയിലുണ്ടായിരുന്ന കളറുകളെല്ലാം. അത് പിറവമ്പള്ളി പെരുന്നാളിന് എൻ്റെ ഇളയ കൊച്ചപ്പൻ, അതായത് നോബിയുടെ പപ്പ എനിക്ക് മേടിച്ചു തന്നതാ. പിറവമ്പള്ളിയില് ജനുവരി 6 പെരുന്നാളിന്, ജനുവരി 5 ദനഹാ പെരുന്നാളും പുറത്ത് പറഞ്ഞ ദനഹാ പെരുന്നാളിന് പോകുമ്പോ ഇച്ചാച്ചനാണ് ഞങ്ങക്ക് മിഠായി, ഉഴുന്നാട, ഒരുപാട് സംഗതികൾ മേടിച്ചിട്ട്. ഐസ്ക്രീം ഒന്നും മേടിക്കൂല അന്ന്, അതൊക്കെ അങ്ങനെ ട്രെൻഡ് ആവണേ ഉള്ളൂ. ഈ ഉഴുന്നാടയും ചുവന്ന മിഠായിയാണ് ഈ കളർ മിഠായി അന്ന് മേടിക്കണം. അത്ര നല്ലതൊന്നും അല്ല അതൊന്നും, പക്ഷെ അതെനിക്ക് കിട്ടി അടങ്ങുള്ളൂ. എനിക്ക് തന്നെയല്ല, എനിക്ക് അമ്മാച്ചന്, പിന്നെ കോട്ടപ്പടിയിലെ ബൈജു നൈജു ഒക്കെ ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ പഴൂര അരുൺ ജോബിനൊക്കെ ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ പോകുമ്പോ ഇച്ചാച്ചനും കുഞ്ഞുമ്മേ ഞങ്ങളെ കൊണ്ടാടക്കണത്. എന്നിട്ട് മേടിച്ചു തന്നെ. അപ്പൊ എനിക്ക് ഈ പെൺപിള്ളേർക്ക് മാലയും വളയൊക്കെ അല്ലേ കമ്പം. അപ്പൊ എനിക്ക് മാലയും മേടിച്ചു തരും, വളയും മേടിച്ചു തരും. അപ്പൊ വള ഒരു പ്രാവശ്യം ചെന്നപ്പോ ഇങ്ങനെ വീതിയുള്ള കുപ്പിയുള്ള ട്രെൻഡായിട്ടുള്ള ടൈമായിരുന്നു. അന്നേരം എല്ലാ പാവാടയും ബ്ലൗസിനും മാച്ചിങ് ഉള്ള കളർ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ 6 7 ഉണ്ടായിരുന്നു, 2 പൊട്ടിപ്പോയി. ഇപ്പോഴും ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവള് കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു എനിക്കതൊന്നും വേണ്ട, എൻ്റെ കയ്യെ കടക്കുകയില്ല, നീ വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞ് ഉപ്പ് കൊടുത്തായിരുന്നു. അതാ ഞാൻ ചോദിച്ചത് നിന്റെ കയ്യിൽ ഉണ്ടോ എന്ന് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. മെമ്മറി, എന്റെ മെമ്മറി പറഞ്ഞതാ ഈ കുപ്പിവള കണ്ടപ്പോ. അതും കുപ്പിവള തന്നെയാ. അതെ അപ്പൊ നാഗപടം ലോക്കറ്റ് ഇടാൻ ഒരു ചെയിൻ ഇല്ലേ, കസവുമാല പോലത്തെ ഒരു ചെയിൻ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് എത്തിയിട്ടില്ല, എത്തിക്കഴിയുമ്പോ ഞാൻ കാണിക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് താൽക്കാലികമായി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇനി അധികം പർച്ചേസ് ഒന്നും ഇല്ല, ചിലപ്പോ 1-2 ചെറിയ ഐറ്റംസ് മാത്രം.
മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. ഇഷ്ടപ്പെട്ടോ? നല്ലതാ, ഇത് നല്ലതാ. എനിക്ക് ആ ജിമിക്കി കമ്മലുകളാ ഇഷ്ടം. ഈ സിൽവറിന്റെ ചിലതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മറ്റേ ജിമിക്കിയൊക്കെ എനിക്ക് ഇഷ്ടം. നല്ലതാ, കൊള്ളാം.